എല്ലാവർക്കും അപ്പോൾ ഹാപ്പി ഓണം. അപ്പോൾ നമ്മൾ ഓണമായിട്ട് പോകുന്നത് വടക്കുന്നാഥനിലേക്കാണ്. നമ്മൾ ബസ്സിനാണ് കേട്ടോ വടക്കുന്നാഥനിലേക്ക് പോണത്. അത്യാവശ്യം നല്ല വെയിലുള്ള കാരണമാണ് കേട്ടോ നമ്മൾ ബസ്സിനാക്കിയത്. കാരണം വെയിൽ കൊള്ളാൻ നല്ല മടിയുള്ള കൂട്ടത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ നമ്മൾ ആദ്യം പോയത് ഗുരുവായൂർക്കാണ്. വീടിൻ്റെ തൊട്ടടുത്തുള്ള കാരണം തന്നെയാണ് നമ്മൾ ആദ്യം ഗുരുവായൂർക്ക് പോയത്. എപ്പോഴും ഗുരുവായൂർക്ക് കൊണ്ടുവന്നുള്ള പരാതി കേട്ട് വയ്യാണ്ടാണ് അവസാനം വടക്കുന്നാഥനിലേക്ക് ആക്കിയത്. ഗുരുവായൂർ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഓണം കഴിഞ്ഞ പിറ്റേ ദിവസമായ കാരണം അങ്ങനെ നമ്മൾ ഗുരുവായൂരത്തെ കാഴ്ചകളും കടകളും കാര്യങ്ങളെല്ലാം കണ്ട് തൊഴുത് നമ്മൾ തിരിച്ചിറങ്ങി. അപ്പോൾ നമ്മൾ ഗുരുവായൂരിൽ നിന്ന് ബസ് കയറിയിട്ട് നേരെ തൃശ്ശൂർ വന്ന് ഇറങ്ങിയിട്ട് നടക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് അമ്മൂന്ന് വിശക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലാത്ത കാരണം നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് എന്ത് ചെയ്തു, മസാല ദോശ കഴിക്കാനുള്ള ഒരു പ്ലാനിങ്ങിൽ ഹോട്ടലിൽ കയറി. നല്ല തിരക്കുണ്ടായിരുന്നു. അത് കാരണം തന്നെ ഫുഡ് എത്താനും നല്ല ലേറ്റായി. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് കയറാൻ നോക്കി. അപ്പോഴാണ് മുല്ലപ്പൂവിൻ്റെ സെക്ഷൻ കണ്ടത്. അപ്പോൾ അവിടെ കയറിയിട്ട് ഒരു മുഴം മുല്ലപ്പൂവൊക്കെ വെച്ച് അതും തലയിൽ ചൂടിയിട്ടാണ് അമ്മ അമ്പലത്തേക്ക് പോയത്. അപ്പോൾ ആദ്യമായിട്ട് വടക്കുന്നാഥൻ കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് മൂപ്പരുടെ മുഖത്തുണ്ടായിരുന്നു. കാരണം ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. കുറേ നാളായിട്ട് പറയുന്നൊരു ആഗ്രഹമായിരുന്നു മൂപ്പരുടെ വടക്കുന്നാഥനിലേക്ക് പോകുന്നത്. അപ്പം നമ്മൾ തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഗുരുവായൂരല്ല വടക്കുന്നാഥനിലും ഉണ്ടായിരുന്നു. കാരണം ഓണം കഴിഞ്ഞ പിറ്റേ ദിവസമായ കാരണം എന്നുണ്ട്. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി തൊഴുത് പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങി. കാരണം ഉള്ളിലേക്ക് ഫോൺ കൊണ്ടുപോകാം, പക്ഷേ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ പുറത്ത് വന്നിട്ടാണ് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തേക്കിൻകാട്ടേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. തേക്കിൻകാട് മൈതാനത്തേക്ക് ഇറങ്ങി. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ ആദ്യം എൻ്റെയാണ് എടുത്തത്. ഞാൻ എന്തൊക്കെ എക്സ്പ്രഷൻസൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. കാരണം എനിക്ക് തന്നെ അറിയില്ല എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ എക്സ്പ്രഷൻസും എൻ്റെ വീഡിയോ എടുത്തത് കൊള്ളാം എന്ന് കരുതിയിട്ട് മൂപ്പർക്ക് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മൂൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കൊടുത്തു. ഇതെന്ത് എക്സ്പ്രഷൻസാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ഇറങ്ങി. ആദ്യം നമ്മൾ പോയതൊരു മാലയൊക്കെ ഉള്ളൊരു സെക്ഷനിലേക്കാണ്. മൂപ്പർക്ക് എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ടായിരുന്നു വരുന്നതിന് മുന്നേ. അപ്പോൾ നമ്മൾ ചെരുപ്പ് എടുക്കാൻ മറന്നപ്പോൾ വീണ്ടും നമ്മൾ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഒന്ന് പോയിട്ടു. അപ്പോൾ ചെരുപ്പ് എടുത്തു. എന്നിട്ട് നമ്മൾ വീണ്ടും തിരിച്ചിറങ്ങി. അപ്പോൾ മോതിരം നോക്കാൻ പോയപ്പോൾ മൂപ്പരുടെ ഭാഗത്തിനുള്ള മോതിരമൊന്നും കിട്ടിയില്ല. എന്നിട്ട് നേരെ നമ്മൾ ചിപ്സിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. ചിപ്സ് ആണെങ്കിൽ നമുക്ക് ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ബജ്ജി കഴിക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മൂപ്പര് ബജ്ജി വേണ്ട, മസാല ദോശയുടെ വിശപ്പുള്ള കാരണം വേണ്ട, മസാല ദോശ കഴിച്ച കാരണം വിശപ്പില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറേ കടകളും കാര്യങ്ങളൊക്കെ കണ്ട് മൂപ്പര് ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും മൂപ്പര് കിട്ടിയിട്ടില്ല. എന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ടാണ് മൂപ്പര് വന്നത്, പക്ഷെ അതൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല. അത് മൂപ്പരുടെ മുഖത്തുനിന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് അവസാനം മൂപ്പരുടെ ആ ഒരു പോയിന്റിലേക്ക് എത്തി, കമ്മലിൻ്റെ സെക്ഷനിലേക്ക് എത്തി. അങ്ങനെ അത്യാവശ്യം എന്തൊക്കെയോ വാങ്ങിച്ചു. കമ്മലൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളവിടെ തിരിച്ചു പോകുന്നു. അപ്പോൾ ബായ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.